രാജാതിരാജൻ രാജമഹാരാജൻ ഭൂലോക പരാക്രമിയുമായ മഹാബലി തമ്പുരാൻ എഴുന്നള്ളുന്നേ. മഹാബലി വരുമ്പോഴത്തേനാണോ ബാഹുബലിയിലെ പാട്ടിടുന്നത്? എന്റെ ആശാന മഹാബലിക്കകത്തും ബാഹുബലിക്കകത്തും ബലിയില്ലേ? നീയൊക്കെ കൂടി എന്റെ കർമ്മം നടത്തുമെന്ന് തോന്നുന്നു. പിന്നെ 250 രൂപയ്ക്ക് നിങ്ങൾക്ക് അയ്യായിരം വരും. മതി, നേരത്തെ ഡയലോഗ് മറന്നല്ലേ? ആ ടൈമിങ് തെറ്റി ചിരി കണ്ടപ്പോ എനിക്ക് തോന്നി. കറക്റ്റ് ആയിട്ട് ഡയലോഗ് പറ. പ്രജാക്ഷേമ തൽപരൻ. നാം പ്രജാക്ഷേമ തൽപരനും പ്രജകളുടെ ക്ഷേമനിധി ബോർഡ് അംഗവുമായ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്നവനുമായ മഹാബലി തമ്പുരാൻ നമ്മുടെ മഹാമന്ത്രിയെ കാണുന്നില്ലല്ലോ. മഹാമന്ത്രി വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോ. ഇത് എന്നത് എന്റെ ആശാനെ? ഈ ബാല ട്രൂപ്പിന്റെ മുതലാളി ആശാനാണോ? ഞാനാണ്. ഈ ബാലയുടെ കഥാ തിരക്കഥാ സംഭാഷണ സംവിധാനം ആരാ? ഞാനാണ്. നിങ്ങൾ തന്നെ ഇങ്ങനെ തെറ്റിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ എന്നാ ചെയ്യും? എടാ, ഞാൻ ഇതിന്റെ മുതലാളിയല്ലേ. ഞാൻ ഈ ബാലയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ എല്ലാവരുടെയും കാര്യം നോക്കണ്ടേ? അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഡയലോഗ് ഇച്ചിരി തെറ്റൂടാവേ. ഓ, ഇനി മന്ത്രിയെ വിളിച്ചോ. നമ്മുടെ മഹാമന്ത്രിയെ കാണുന്നില്ലല്ലോ. നാം സ്പോട്ടിൽ തന്നെ ഉണ്ട്. എന്നാ ഇങ്ങോട്ട് കയറി വാടാവേ. മഹാമന്ത്രി, നമ്മുടെ പ്രജകൾക്കൊക്കെ സുഖം തന്നെയല്ലേ? അതെ, തെക്കക്കരയിലെ ജാനുവിന് സുഖം, വടക്കേക്കരയിലെ സുമതിക്ക് സുഖം, പടിഞ്ഞാറക്കരയിലെ സുഗന്ധിക്കും സുഖം. മന്ത്രി, പ്രജകളുടെ സുഖം തന്നെയല്ലേ അന്വേഷിച്ചത്? അതെ, ഇവർക്കൊക്കെ സുഖമായിട്ടിരിക്കുമ്പോ ആ പ്രദേശം മുഴുവൻ സുഖമായിരിക്കുമല്ലോ. പിന്നെ അവരുടെ ക്ഷേമം അന്വേഷിച്ചതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് മനസ്സിലായത്? അങ്ങേക്ക് തുടർഭരണം ഉറപ്പാണ് മഹാബലി. എങ്ങനെ ഉറപ്പാണ് മഹാബലി തുടർഭരണം? സോമാ, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിന്റെ പാർട്ടി ഓഫീസിൽ എന്റെ ബാലെ ട്രൂപ്പാ. പറഞ്ഞ മനസ്സിലായോ? ഞാൻ പുല്ല് ഒരു കാര്യം പറയാൻ നാരായണ നാരദരില്ലല്ലോ ഈ ബാലയ്ക്കകത്ത്. ദിവാകരൻ കഞ്ചാവ് മരിച്ചോണ്ടിരിക്കും. അവന് ഭ്രാന്താണ് അവന്. അയ്യോ, ഈ ബാലയ്ക്കകത്ത് നാരദരില്ലല്ലോ. ദൈവമേ. വന്ദനം പ്രഭു. എടാ, ഈ ബാലയ്ക്കകത്ത് നാരദരില്ലല്ലോ. കഴിഞ്ഞ ബാലയ്ക്കല്ലല്ലോ നാരദര്. അയ്യോ, അപ്പൊ ഇതിനകത്ത് ഞാനെന്താ? ഇതിന്റെ രാജഗുരു. രാജഗുരുവാണോ? അപ്പൊ ഞാൻ ഈ തമ്പുരു എന്ത് ചെയ്യും? എടാ പൊട്ട, തമ്പുരു അല്ലടാ, വീണ. വീണയാണോ? മഹാരാജൻ, ഞാൻ വരുന്ന വഴിക്ക് കുമാരിക്ക് സമ്മാനിക്കാനായി ഒരു വീണ വാങ്ങിച്ചു. അങ്ങത് സ്വീകരിച്ചാലും. ഈ സമ്മാനം കിട്ടിയപ്പോൾ നാം മൃദംഗ പുളകതനായി. അങ്ങതായില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയ. അല്ലയോ മഹാരാജൻ, വരുന്നുണ്ടോ? എന്റെ പൊന്ന് പ്രസാദ്, നീ ഇപ്പോഴാണോ വരേണ്ടത്? താമസിച്ചു പോയാ? എടാ, നീ ബാലയുടെ ക്ലൈമാക്സിലല്ലേ വാമനം വരേണ്ടത്? ഞാൻ ഇപ്പഴല്ലേ ഞാൻ ഈ ബാല തുടങ്ങിയപ്പോ തൊട്ട് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റ് റിഹേഴ്സൽ കാണണം. ബാലയുടെ ക്ലൈമാക്സിനാ വരണ്ടേ? അയ്യോ, തെറ്റിപ്പോയി. ഓ പ്രസാദ്, ഇറങ്ങിപ്പോ. മഹാരാജൻ, ഞാനിപ്പോൾ പോകുന്നു. പക്ഷേ ഒരു വരവ് കൂടെ വരേണ്ടി വരും. വേണ്ട, ഡയലോഗ് മറന്നല്ല. പിന്നെ ഈ സമയത്തല്ലേ ഒരു കൊട്ടാരം നൃത്തം ചവിട്ടേണ്ടത്. അവളോട് കൃത്യസമയത്ത് നൃത്തം ചവിട്ടിയില്ലെങ്കിൽ ബാലെ കഴിയുമ്പോൾ എന്റെ ഖജനാവിന്ന് ഞാൻ 10 പൈസ പോലും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞേരേ. ഗംഭീരമായിരിക്കുന്നു. ഇന്നാ ഇത് സമ്മാനമായിട്ട് പിടിച്ചാലും. പണക്കിഴിയാണോ മഹാരാജൻ? അല്ല, ഞവരക്കിഴിയാണ്. കർക്കടമായിട്ട് തേങ്ങ വഴി നൃത്തം ചെയ്തതല്ലേ, വേദന കാണും. പോയി കിഴി പിടിക്കാൻ. മഹാരാജൻ, അങ്കണവാടി രാജ്യത്ത് നിന്നും കുറച്ച് കുട്ടികൾ അങ്ങേ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. അങ്കണവാടി മഹാരാജ്യത്ത് കുട്ടികളോ? അംഗരാജ്യത്തു നിന്നും ഏകദേശം ഒരു 10-60 പേർ അങ്ങേ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. അംഗമഹാരാജ്യത്തു നിന്ന് വന്ന 60 പേർക്കും നമ്മുടെ കൊട്ടാരത്തിൽ വിഭവസമൃദ്ധമായ സദ്യ നടക്കട്ടെ. ആയിക്കോട്ടെ. നടന്നത് തന്നെ. ഇവിടെ അരിയില്ല, ഉപ്പില്ല, മുളകില്ല, പഞ്ചാരയില്ല.
ഈ കാണുന്ന ആളുകൾക്ക് ഇച്ചിരി കഞ്ഞിയും മാങ്ങാച്ചാറും കൊടുക്കാൻ ഞാൻ കിട്ടുന്നു പെടാപ്പാട് വിടുമ്പെടാ അതിയാന്റെ ഒരു സദ്യ. രാജഗുരു, ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബുദ്ധി പറഞ്ഞു തരൂ. സാധാരണ നമ്മുടെ രാജ്യത്ത് ക്ഷാമം ഉണ്ടാവുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? അയൽ രാജ്യത്തൊന്ന് കടമെടുക്കും. അത് തന്നെ ഇവിടെയും നമ്മൾ അത് തന്നെ ആവർത്തിക്കുന്നു. അപ്പുറത്തെ ജേക്കബ് മഹാരാജാവിന്റെ പറമ്പിൽ നിന്ന് 2-3 കപ്പ പറിച്ചോണ്ട് വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ തിന്നാം. പറിച്ചോണ്ട് വന്നാ വെച്ചോണ്ടാക്കി തരാം. തൂമ്പേട് പെട്ടെന്ന് വേണം, വിശക്കുന്നു. എന്തൊരു ക്യാമ്പ് അല്ലേ, പട്ടിണിയും ദാരിദ്ര്യവും അല്ലേ. എന്നിട്ട് ശരിയാവുമായിരിക്കും അല്ലേ? അടുത്ത സത്യം പറഞ്ഞ സുഗന്ധി ഉള്ളോണ്ടാ ഞാൻ ഈ ക്യാമ്പിൽ നിൽക്കുന്നേ. അതെയാ? അടുത്ത വർഷം ഏത് ട്രൂപ്പിലാ? ഞാൻ ഇവിടെ തന്നെ നിക്കാന്ന് വിചാരിക്കുന്നു. ജനിച്ചാ ഒരിക്കൽ മരിക്കണം. പക്ഷെ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കാനാണോ തീരുമാനം? നല്ല ആഹാരം കഴിച്ച് മരിച്ചൂടെ? അങ്ങനെയൊക്കെ പറയല്ലേ. അല്ല, ഞാൻ അടുത്ത തവണ ഒരു ട്രൂപ്പ് ഇടുന്നുണ്ടേ. ബാലെ ട്രൂപ്പ് തന്നെ, എവിടാ? എന്റെ സ്വന്തം ട്രൂപ്പ് തന്നെ. ബാലയുടെ പേര് ബാലയുടെ പേരെന്താ? പൊന്മുട്ടയിടുന്ന രാജാവ്. പൊന്മുട്ടയിടുന്ന താറാവെന്നല്ലേ? അത് താറാവ്, ഇത് രാജാവ്. പിന്നെ ഇത് വേറെ ആരോടും പറയണ്ട, എന്റെ മാത്രം സൃഷ്ടിയാ. അതെയാ? സോമാ, നീ വന്നേടാ സോമ. എന്തോ വയനാട്ടിലെങ്ങാണ്ട് നീ പണ്ട് ബാലേക്ക് പോയപ്പോ അവിടെ ഒരു 2-3 സൃഷ്ടി കിടപ്പില്ല. അവർക്ക് നീ നേരം വേണം കഞ്ഞിയും വെള്ളം കൊടുക്കുന്നുണ്ടോടാ? ഈ പെണ്ണെ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത് കുറിച്ചാണെന്ന് പറഞ്ഞില്ലെന്ന്. അങ്ങോട്ട് പോ. എന്താ കാര്യം പറ? ജേക്കബ് മഹാരാജാവിന്റെ വീട്ടിൽ ചെന്നപ്പോ പട്ടി അടിച്ചു വിട്ടേക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം കപ്പൂറിക്കാൻ പോയപ്പോ അവിടെ പട്ടിയില്ലായിരുന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കപ്പറിക്കാൻ പോയത് അവർ അറിഞ്ഞു. അതുകൊണ്ട് അവർ പട്ടിയെ മേടിച്ചു. എന്താണ് ആ പട്ടിയുടെ പേര്? റോഡ് റോളറോ? അയ്യോ, റോഡ് വീലർ. ആ, റോഡ് വീലർ. എന്റെ പൊന്നേടാവേ, ബാലെ തെറ്റിക്കുന്നു. പട്ടിയുടെ പേരെങ്കിലും നേരെ എന്ന് പറ. ഞാനല്ലല്ലോ, അവനല്ലേ തെറ്റിച്ചത്. KSB നാള് വന്ന് നിൽക്കുന്നു. KSB എന്താ വന്നേ? മഹാരാജാവേ, അഡീഷണൽ ബില്ല് 10,000 രൂപ വന്നിട്ടുണ്ട്. 10,000 രൂപ? അതെങ്ങനെ 10,000 രൂപ? അല്ല, ഇതിന് മാത്രം ലൈറ്റ് ഒക്കെ ഇട്ട് റിഹേഴ്സ് ചെയ്ത് കഴിഞ്ഞാലേ അഡീഷണൽ ബില്ല് വരും. അയ്യോ, ഞങ്ങൾ ഈ ലൈറ്റ് ഇട്ടിട്ടേ ഉള്ളൂ. ലൈറ്റ് ഇട്ടിട്ടില്ലേ? കത്തിക്കാറില്ല, പകലാണ് റിഹേഴ്സല്. എന്നാ ചിലപ്പോഴേ ഇവരെല്ലാവരും കോസ്റ്റ്യൂം അലക്കുന്ന വാഷിംഗ് മെഷീൻ ആയിരിക്കും. അല്ല, ഇവരെല്ലാം കടവില കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്നത്. വാഷിംഗ് മെഷീൻ ഇവിടെ ഇല്ല. എന്നാ ഫാനിന്നായിരിക്കും. ഫാനില്ലല്ലോ. എന്നാ ഫ്രിഡ്ജിന്നാ. ഫ്രിഡ്ജും ഇല്ല. അപ്പൊ ഫാനില്ല, ഫ്രിഡ്ജില്ല, വാഷിംഗ് മെഷീൻ ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ഈ ഒന്നുമില്ലാത്തടത്ത് ഫീസിന്റെ ആവശ്യവും ഇല്ല. ഫീസിന്റെ ബില്ല് കൊണ്ട് നടക്ക്. എന്റെ പൊന്നെ, ഇതാ പറഞ്ഞ കലാകാരന്മാരുടെ ജീവിതം ഇന്നും ഇരുട്ടിലാണെന്ന്. അതെന്താ, കലാകാരന്മാരൊന്നും കറണ്ട് ബില്ല് അടക്കത്തില്ലേ? ഒരു ഉപമ പറഞ്ഞ അതും മനസ്സിലായില്ല. പറഞ്ഞു തരുമ്പോ എല്ലാം പറയണ്ടേ. പിന്നെ എല്ലാവരോടും ഇങ്ങനെ ഒരു കാര്യം പറയട്ടെ. ബുധനാഴ്ചത്തെ പ്രോഗ്രാം കഴിഞ്ഞ പിന്നെ ചെയ്ത അടിപൊളി ചെയിൻ പരിപാടി അല്ലേ? ഈ പരിപാടിയല്ല, പിന്നെ ഇവിടെ കഴുത്തേ കിടക്കുന്ന ഈ ചെയിനൂടെ ഉണ്ട് ഇനി പണയം വെക്കാനായിട്ട്. അതിനു മുമ്പെങ്കിലും ബാല നിങ്ങൾ നല്ല രീതിയിൽ തട്ടാക്കയറ്റി തരണേ. എന്റെ പൊന്നു മനുഷ്യ, ആകെ ഇനി ഇതേ ഉള്ളു. ഇത് തരുമെന്ന് നിങ്ങൾ കരുതണ്ട കേട്ടോ. അയ്യോ, നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു മനുഷ്യ ഇതൊന്നും നിർത്തന്ന്. നല്ലൊന്നാന്തരം ബാലെ ട്രൂപ്പിനും ബാലേക്കാർക്കും നിങ്ങളൊക്കെ ഒരു അപമാനമാ. അതെന്താടി എന്റെ ബാല നീ അത്ര പുച്ഛിച്ച് പറയുന്നത്? എത്ര പുച്ഛിച്ച് പറയുന്നത്? നിങ്ങളുടെ ആദ്യത്തെ ബാലയുടെ പേരെന്തോന്നായിരുന്നു? പാഞ്ചാലി വസ്ത്രാക്ഷേപം. ആ വസ്ത്രാക്ഷേപം നടത്തിയതിന്റെ പേരില് എന്റെ അച്ഛൻ കോട്ടയത്തിട്ട് തന്ന നല്ലൊന്നാന്തരം ഒരു കട അങ്ങ് പോയി കിട്ടിയത്. എന്റെ കുഴപ്പമല്ലായിരുന്നല്ലോ. ബാലയിൽ അന്ന് ഇവനല്ലായിരുന്നു ദുശാസനൻ. ഞാൻ ഇവനോട് പറഞ്ഞ 5 സാരി അഴിക്കാവുള്ളെന്ന് പറഞ്ഞു. ഇവൻ 6ാമത്തെ സാരി അഴിച്ച് അടിപ്പാവടായിട്ട് അവിടെ നിന്നപ്പോ ആൾക്കാർ കൂവി. അതാണ് പറ്റിപ്പോയത്. എന്റെ കുറ്റമായ ഞാൻ അവരൊറ്റ ട്രിക്ക് അടിച്ചു കാരണം കൊണ്ടിട്ടില്ല. പിള്ളേർ സെറ്റ് ഒന്നും നമ്മുടെ പിന്നെ ശല്യത്തിന് വന്നിട്ടില്ല. അവർ അത് കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാമിനൊക്കെ വന്ന് അവരെന്താ പറഞ്ഞെന്നറിയാവോ? എന്താ പറഞ്ഞേ? ആദ്യം തന്നെ ആ വസ്ത്രാക്ഷേപം അങ്ങ് കാണിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശല്യം ഉണ്ടാക്കാതെ ഞങ്ങൾ എന്നാലും അത് കഴിഞ്ഞാൽ എന്റെ ബാലയ്ക്ക് എടുക്കണല്ലായിരുന്നു. എന്തായിരുന്നു? മുദ്രമോതിരം. മുദ്രമോതിരം എന്റെ ഓരോന്റെ 4 മോതിരം ഈ കയ്യാ കടന്നത് പോയത്. പാണ്ഡവർക്ക് ഒരു തുണ്ട് ഭൂമി എങ്ങനെ ഉണ്ടായിരുന്നു? പാണ്ഡവർക്ക് ഒരു തുണ്ട് ഭൂമി, ഒരു തുണ്ടല്ല, കോമരാത്ത് തന്ന 5 സെന്റ് ഭൂമിയാ പോയത്. അതുകൊണ്ട് ഇനി ഈ മാല കണ്ണു വെക്കണ്ട, അത് ഞാൻ തരത്തില്ല. ആ പ്രതീക്ഷയും പോയി. എനിക്കെന്നെ ഇതുപോലെ തുള്ളിച്ചാടി വരുമ്പോൾ നമ്മൾ ചേച്ചിയുടെ വീക്ക്നെസ് ഒക്കെ ഒന്ന് പിടിച്ചാൽ മതി. ചേച്ചി സുഖമായി. എങ്ങനെ മനസ്സിലായില്ല? ഞാനിവിടെ താമസിച്ച് വരുമല്ലോ. ഞാൻ താമസിച്ച് വരുന്ന സമയത്ത് ചേച്ചിയോട് ചൂടാവും. അപ്പൊ ഞാൻ ചേച്ചിയുടെ വീക്ക്നെസ് ഒക്കെ പിടിക്കുമ്പോൾ ചേച്ചി സ്മൂത്ത് ആയിട്ട് ഒരു കുഴപ്പമില്ല ചിരിച്ചു കളിച്ചു. എന്റെ ഭാര്യയുടെ വീക്ക്നെസ് എങ്ങാനും പിടിച്ചാലുണ്ടല്ലോ. അയ്യോ അതല്ല, പിന്നെ ബലഹീനത. ഇപ്പം ആശാനുണ്ടല്ലോ ഒരു ബലഹീനത. എനിക്ക് ബലഹീനതയുള്ളവർ നിങ്ങൾക്കൊക്കെ അറിയാം. അതല്ലെന്ന് ആശാന് സന്ധ്യാവുമ്പോൾ 2 അടിക്കുന്ന ഒരു ബലഹീനത, അതുപോലത്തെ ഒരു ബലഹീനത. 5-6 കഷ്ണം കപ്പ കിടന്നത് ആകെ പുഴുങ്ങിയത് ഇതാ. ഉള്ളത് കൊണ്ടൊക്കെ ഓണം പോലെ കഴിക്കും. ഞാനൊന്ന് കൈ കഴുകിട്ട് വരാം. കഴുകാൻ പറഞ്ഞേ തിരിച്ചു വന്നാൽ ഇല പോലെ കിട്ടിയല്ലോ. ജീവാ രാവിലെ പല്ലിയേക്കാത്ത കഴുകാൻ പോകും. ചേച്ചി കറിയൊന്നുമില്ലേ? കറി മൊത്തത്തിൽ ആശാന നമ്മുടെ ബാലയില് വെറൈറ്റി ഇല്ലാന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താലാ.
കർട്ടൻ ഇല്ലാതെ കളിച്ചാല കട്ടനില്ലാതെ ബാലെ കളിച്ച് കഴിഞ്ഞാൽ ഏറ് നേരിട്ട് നമുക്ക് കൊള്ളത്തില്ലേ കട്ടനുള്ളതുകൊണ്ട് അത് തടഞ്ഞേക്കിയല്ലേ. ഞാൻ ഒരു ഐഡിയ വരട്ടെ ആ. നമുക്ക് കർട്ടൻ പൊക്കാതെ പാല കളിക്കാം. അപ്പൊ ബാലെ ആരും കാണണ്ടേ? കർട്ടൻ പൊക്കിട്ട് പാര കാണണം. അല്ല ആശാനെ, നമുക്ക് സ്റ്റേജിന്റെ ഫ്രണ്ടിലേ ഒരു ഇരുമ്പ് ഷട്ടർ ഇട്ട പരിപാടി കളിച്ചാലോ? എന്നിട്ട് വേണം കമ്മിറ്റിക്കാരെ ഷട്ടർ ഇട്ട് പൂട്ടി നമ്മളെ തല്ലാനായിട്ടല്ലേ? ഏടാ എന്നെ ഫോൺ വരുന്നല്ലോ. ആ പാലക്കാട് ഏജന്റ് മുരളിയാ. ബാലെ കിടക്കി കഴിഞ്ഞാൽ പിന്നെ ചെയിൻ പ്രോഗ്രാം തരാന്ന് പറഞ്ഞായിരുന്നേ. ഹലോ, ആ മുരളി പറയൂ. ആണോ? അയ്യോ ആണോ? എന്റെ ദൈവമേ, എന്നാ പക്ഷേ ബാലെ ക്യാൻസൽ ആയിരുന്നു. ചൈനയിൽ നിന്നെങ്ങാണ്ട് ഒരു ഫിറോസ് വന്നു, അതുകൊണ്ട് ബാലെ ക്യാൻസൽ പിന്നെ ആയിരുന്നു. ഇവിടെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ ചൈനയിൽ ഫിറോസും കൂടെ. മണ്ട അത് ഫിറോസ് അല്ല, പിന്നെ? അത് വൈറസ്. മറ്റേ കൊറോണ വൈറസ്. അത് അതായിരിക്കും. ഇനിയിപ്പോ എന്നെ ചെയ്യും? എന്നാ ചെയ്യും? ഒരു കാര്യം ചെയ്യും, എല്ലാവരും കൂടും കൂടി കേൾക്കരുത്, വീട്ടിലോട്ട് വെക്കോ. ഈ പരിപാടി കഴിഞ്ഞിട്ട് 10 വയസ്സായിട്ട് പോകാന്ന് കരുതി അത് നടന്നു. എന്റെ കുറ്റമാണോ ഇത് വന്നത്? പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൊറോണ എന്ന മഹാമാരി രാജ്യവ്യാപകമായി പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിനായി 2 മാസത്തേക്ക് രാജ്യം അടച്ചിടാൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പുറത്തിറങ്ങുകയോ കൂട്ടം കൂടുകയോ ചെയ്താൽ പോലീസ് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ സുരക്ഷിതരായി തുടരുക. അയ്യോ, പണി പാളിയല്ലോ. എന്ത് ചെയ്യും? പുറത്തിറങ്ങാൻ മേല. പുറത്തിറങ്ങാൻ മേലെ എവിടെ ഇരിക്കുന്നു അവിടെ തന്നെ ഇരിക്കാൻ. ഇപ്പൊ നമ്മൾ എന്നാ ചെയ്യും? ഇനിയിപ്പോ ഒറ്റ മാർഗമേ ഉള്ളൂ, എന്തുവാ? ബ്രേക്ക് ദ ചെയിൻ. എന്നുവെച്ചാ? ഇവിടെ മാല പൊട്ടിക്കാവുന്ന